ഹായ്, ഇന്നൊരു പുതിയ വീഡിയോ ചെയ്യണമെന്ന് ഓർത്തെ. എന്നിട്ട് കുറേ ദിവസമായില്ലേ വീഡിയോ ചെയ്തിട്ട്. അപ്പം ഇവിടെ വന്ന് എന്നും റൂമിലിരുന്നല്ലേ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഈ പാർക്കിലിരുന്നൊന്ന് ചെയ്യാം, ഗാർഡനിലിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഇവിടെ ചെറിയ മഴയുണ്ട്. അപ്പം ഈ സെറ്റ് മുണ്ടും അങ്ങ് കൊടുത്തു. ഇത് പുതിയ സെറ്റ് മുണ്ടുമാണ്. ഇത് കിട്ടിയത് എന്നാന്ന് ചോദിച്ചാൽ, നമുക്ക് ബാംഗ്ലൂർ മലയാളി ക്ലബിൻ്റെ ഒരു ഓണാഘോഷ പ്രോഗ്രാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് ആക്ച്വലി 12-ാം തീയതിയായിരുന്നു, സൺഡേ. അത് കഴിഞ്ഞ് ഞാൻ അപ്ലോഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോയും ഇട്ടില്ല, ഷോർട്സ് മാത്രമേ ഇട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് തിരിച്ച് റൂമിൽ തന്നെ പോയിട്ട് പറയാം കേട്ടോ. അപ്പം ഞാൻ റൂമിലോട്ട് പോവുകയാണേ. ഈ വരാന്ത, ഇത് കോറിഡോറാണ്. നമ്മൾ ബാംഗ്ലൂർ മലയാളി ക്ലബിൻ്റെ കൂടെ ഓണം ആഘോഷിച്ചിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഒരു ബ്രീഫായിട്ട്. എന്നാൽ കുറേ പ്രോഗ്രാംസ്, കുറേ ആക്ടിവിറ്റീസ്, കുറേ എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് അതിനകത്ത് ഇൻവോൾവ് ആയി. പിന്നെ എന്താ, അപ്പോൾ ഞാനിങ്ങനെ ഇന്നൊരു വീഡിയോ ചെയ്യാൻ ലേസിയായി കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ടെന്ന് ഓർത്തപ്പോഴത്തേക്കും ഉണ്ടല്ലോ. ഓർത്ത് ഈ സെറ്റും മുണ്ട് 2 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് എനിക്ക് പാട്ട് പാടിയാണ്. ഞങ്ങൾ കുറേ പേര് പാടിയായിരുന്നു. പാടിയവർക്കെല്ലാം അവർ ഓരോ ലേഡീസിന് സെറ്റും മുണ്ടും കൊടുത്തു. അതുപോലെ തന്നെ പിന്നെ ജെൻസിന് വേറെ ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. കുറേ ഗിഫ്റ്റ് സ്പോൺസേഴ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു. അത് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. എനിക്ക് എക്സാക്ട്ലി അതിൻ്റെ ലിസ്റ്റ് ഞാൻ എടുത്തിട്ടില്ല. എക്സാക്ട്ലി കുറേ പേര് ഉണ്ടായിരുന്നു കേട്ടോ, സ്പോൺസേഴ്സ്. ഓർഫനേജിലെ കുട്ടികൾക്ക് ഡ്രസ്സ് കൊടുത്തതും, അവിടുത്തെ അച്ഛന് ഡ്രസ്സ് കൊടുത്തു. പിന്നെ അല്ലാതെ നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ സ്പോൺസറിങ് നടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ ഗിഫ്റ്റ് ആണെങ്കിലും സ്പോൺസേഴ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എടുത്തിട്ടില്ല. ഇറാലക്സ് സാരീസ് ആണ് ഞങ്ങൾക്ക് ഈ സെറ്റും മുണ്ടും സ്പോൺസർ ചെയ്തത്. അതായത് ഇങ്ങനെ ഒരു പ്രിൻ്റുള്ള ഈ സെറ്റും മുണ്ടും കേട്ടോ. അപ്പോൾ അതെനിക്ക് 2 എണ്ണം കിട്ടി. ഒന്ന് സുന്ദരിക്ക് പൊട്ട് കുത്തുന്നതിനും, പാട്ടുകളൊക്കെ ഇങ്ങനെ പാടി കുറച്ച് അങ്ങനെ. അത് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ ഗിഫ്റ്റുകൾ. അപ്പം പലർക്കും പല ഗിഫ്റ്റൊക്കെയാണ് കിട്ടിയത്. പിന്നെ പലരും ഉണ്ടായിരുന്നു സ്പോൺസേഴ്സ്. ഈ സെറ്റിൻ്റെ ഉണ്ടല്ലോ, ബ്ലൗസ് ഉണ്ട്, വിത്ത് ബ്ലൗസ് ഉണ്ട്. പക്ഷെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടായി ഈ ബ്ലൗസ് ഇട്ടത്. ഓക്കെ, അല്ലെങ്കിൽ രശ്മി ഓർക്കും ഇതെന്നെ ചേച്ചി ഇത് തയ്ച്ചില്ലേന്ന്. ഓക്കെ, ഞാൻ തയ്ച്ചിട്ടില്ല, അത് ബുദ്ധിമുട്ടായിരിക്കും. അത് ഏതായാലും നന്നായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഇനിയും BMCയുടെ ഒരുപാട് പ്രോഗ്രാംസ് വരട്ടെ. ഇവിടെ വരുന്ന മലയാളികൾക്കൊക്കെ ഒരു കൂട്ടാകട്ടെ. നമുക്കൊരു ഫാമിലി പോലെയായി ഏതായാലും BMC. താങ്ക് യു BMC. ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഒരുപാട് നേരം ആകും. വീഡിയോ ഭയങ്കര ലെങ്തി ആവും. അതുകൊണ്ട് ഞാൻ നിർത്തുവാണ്. താങ്ക് യു സോ മച്ച്.